എത്ര വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവനാണെങ്കിലും ബുദ്ധിമുട്ടുന്നവനാണെങ്കിലും അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇനി പറയുന്ന ദിക്ർ നീ ചൊല്ലി തുടങ്ങിക്കോ. ഇൻഷാ അള്ളാഹ് നിനക്ക് കടങ്ങൾ വീട്ടാനുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരും. അതിനുള്ള വഴികൾ അല്ലാഹു തആല നിനക്ക് കാണിച്ചു തരും. അതാണ് ഇനി പറയാൻ പോകുന്ന ദിക്റിന്റെ മഹത്വം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഓ അലിയാർ തങ്ങളെ, നിങ്ങൾക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും ഈ ദിക്റിനെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം 70 തവണയും തുടർന്നുള്ള ദിവസങ്ങളിലെ എല്ലാ നിസ്കാരത്തിന് ശേഷം 7 തവണയും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് അലിയാർ തങ്ങൾക്ക് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ദിക്ർ നിങ്ങൾ മനഃപ്പാഠമാക്കുകയും നിങ്ങൾ പഠിച്ചെടുക്കുകയും അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ 70 തവണ ചൊല്ലുകയും തുടർന്നുള്ള ദിവസങ്ങളിലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ ചൊല്ലുക. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ 70 തവണ ചൊല്ലുക. തുടർന്നുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ വീതം നിങ്ങൾ പതിവാക്കുക. നിങ്ങൾ കൂടുതൽ പതിവാക്കി എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുമ്പോൾ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. അല്ലാഹു തആല നമുക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ കാണിച്ചു തരുമാറാകട്ടെ. പ്രത്യേകമായി പറയുന്നു, സ്ത്രീകൾക്ക് ശുദ്ധിയില്ലാത്ത സമയത്തും ഈ ദിക്ർ ചൊല്ലാൻ പറ്റുന്നതാണ്. ഭർത്താവിന്റെ കടം വീടാനെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, മക്കൾക്ക് ഉപ്പയുടെ കടം വീടണം, സ്വന്തം സഹോദരന്റെ കടം വീടണമെന്ന ആഗ്രഹത്തോടുകൂടി അവർക്കും ഈ ദിക്ർ ചൊല്ലാൻ പറ്റുന്നതാണ്. ഈ പ്രാർത്ഥന, സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന നാം പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചുകൊണ്ട് നിത്യവും ചൊല്ലാൻ വേണ്ടിയും നാം ശ്രമിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഇതാണ്: اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك. എൻ്റെ കൂടെ ഒന്നുകൂടെ ചൊല്ലി നോക്കുക: اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك. അപ്പോൾ ഈ പ്രാർത്ഥന നാം കാണാതെ പഠിക്കുക. അല്ലാഹു തആല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികളൊക്കെ നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ഈ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.